ഓക്കെ വീശട്ടെ. വലിച്ചു കയറ്റുമ്പോൾ ഇങ്ങനെ തിളങ്ങി കാണാം മീനെ ഇഷ്ടം പോലെ. ആഹാ കാണാറില്ലേ? ഓ ഇത് കടലിലെ സാധനമാണ്. അപ്പോൾ ഉപ്പുവെള്ളം വന്നുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്നാണ് പറയുന്നത്. ഹേയ് ഹലോ ഇന്ന് ഈവനിങ് ചുമ്മാ നടന്നപ്പോഴാണ് ഇവിടെ എല്ലാം വയമ്പ് മറിയുന്നുണ്ട് ഈ തോട്ടിൽ. അപ്പോൾ ഇന്ന് വയമ്പിനെ പിടിച്ചാലോ? നമ്മൾ ഇന്ന് വയമ്പിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, എന്താ വലയായിട്ട് മെയിൻ ആൾ വരുന്നുണ്ട്. എങ്ങനെയാണ് വയമ്പിനെ പിടിക്കുന്നത് കണ്ടോണം. ആ അതെ, ആ മറിയുന്നില്ല വയമ്പല്ലേ? ആ ഹാ ഹാ ഹാ. ആ ഹാ ഹാ. ടിപ്പും ഉണ്ട് വയമ്പിന് കേട്ടോ, വയമ്പിനെ പിടിക്കുന്ന നോക്കാൻ. നോക്കട്ടെ, ബക്കറ്റുമായിട്ടൊക്കെ ഇറങ്ങി. ഈ മറിയുന്നൊക്കെ വയമ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും പക്ഷെ കുറച്ച് ദൂരെ കേട്ടോ, അവിടം വരെ ഈ വലയ്ക്കുള്ള റേഞ്ച് ഇല്ല. അടുത്ത സ്പോട്ടിൽ പോയി നോക്കാം വയമ്പിൻ്റെ. സൺലൈറ്റ് ഒക്കെ പൊക്കോണ്ടിരിക്കുക. അപ്പുറത്തെ സൈഡിലാണോ കൂടുതലും? ആ അതെ, കിളിയൊക്കെ വന്ന് പറന്ന് വന്ന് പിടിക്കുന്നുണ്ട്. എവിടെ? ആ ഓക്കെ വീശട്ടെ. നല്ല സ്ലോ. ആ വീശി കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കാണും ഇല്ലെന്ന് അച്ഛൻ പറയുന്നത്. ആ ഉണ്ട്. ആഹാ, ഉള്ളതൊക്കെ പെറുക്കിയിട്. വേണ്ട, വയമ്പ്. അയ്യോ വയമ്പ് പെറുക്കിക്ക, എല്ലാത്തിനും പെറുക്കുണ്ട്. വയമ്പിനെ പറക്കാൻ വേണ്ടി എല്ലാവരും വന്നു കേട്ടോ. അയ്യോ നല്ല തിളങ്ങി നിൽക്കുന്നു. വലിയ വയമ്പ പറക്കാൻ നല്ല മരുന്നടി അല്ലേ? മരുന്നല്ലേ എന്തിനാണ്ട്? ബാ നിങ്ങൾ ഇവിടുത്തെ അടുത്ത വയമ്പിനെ വർക്ക്. അപ്പം ഞങ്ങൾ അടുത്ത സെഷൻ പോകും. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയതുകൊണ്ടാണ് ഈ വയമ്പെല്ലാം കൂടി നല്ലപോലെ മറിയുന്നുണ്ട് ഇവിടെ. നോക്കട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മറിയുന്നതാണ്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ട് വീശാൻ പോകണേ. നമുക്കത് എന്തായാലും കാണാം. ഇപ്പം നമ്മൾ അടുത്ത സ്പോട്ട് വീശിയേക്കുക. എല്ലാ പ്രാവശ്യം കിട്ടണമെന്നൊന്നുമില്ല. ആ ഉണ്ട്. അയ്യോ കണ്ടോ, തിളങ്ങിയാണ് കയറി വരുന്നത്. വെറുതെ ഇരിക്കില്ല, ഞാൻ കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് എല്ലാം വയമ്പ് പോയിക്കൊണ്ടിരിക്കട്ടോ. ഞാനിത് പറക്കി എടുക്കുന്നുണ്ട്. അടുത്ത് എൻ്റെ സ്റ്റോറേജും കഴിഞ്ഞു.
അതെടുത്തു. ഇതെടുത്തോ? ആ വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ. അച്ഛൻ കടന്നു കേട്ടേ. ഇല്ല വേഗത്തോട്ടാക്കും. പൊങ്ങ് പൊങ്ങ് ചെളി തെറിക്കും. പൊങ്ങ നിന്റെ ഒരു ഡ്രസ് കൂടെ ഉണ്ടോ? ഒരു ഡ്രസ് ഇവിടെ അതൊരു കാര്യം. അല്ല അപ്പുറത്തെ സ്ഥലം ആർക്കെങ്കിലും വീതമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഒന്നും വീതമായിട്ട് എഴുതി കൊടുത്തിട്ടില്ല. അല്ല 4 പേർക്ക് ഡിസ്കൗണ്ട് തരാതെ നമുക്ക് കുറെ കണ്ടന്റ് ഉണ്ടാക്കാം. ഞങ്ങൾ അവിടെ ഒരു റിസോർട്ട് പണിയാ. മറ്റേ ഇത് എന്തായിരുന്നടാ റിസോർട്ട് അല്ല. ഓ എന്തൊക്കെ ആഗ്രഹങ്ങളാ. വുഡ് ഹൗസ് പോലെ പണിയാ. ഇത് ഞങ്ങളവിടെ കിടന്നോളൂ. ഈ സാധനം കണ്ടോ? കടലിലെ നന്ദന ഇത്. കടലിലെ അതെങ്ങനെ ഇവിടെ വരുന്നത്? എങ്ങനെ രക്തമില്ലാത്ത സാധനം. ഇതിനുണ്ട് പല പല കളർ ഏതുണ്ടോ? നീല കളർ. ഇത് കടൽ നന്ദൻ. കണ്ടയക്കൂ. ഇതേ ഉപ്പുവെള്ളം വന്നുകൊണ്ടാണ് ഇത് കയറി വരുന്നത്. ഇത് കടലിൽ കാണുന്നതാണോ? ആ ഇത് കടലിലെ സാധനം. ഇത് കടലിലെ. ഓ ഇത് കടലിലെ സാധനമാണ്. അപ്പോൾ ഉപ്പുവെള്ളം വന്നുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നെന്നാണ് പറയുന്നത്. കടലിലെ സാധനം അത്. ആണോ? ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും വേറെ കയറി വരും ഇതുപോലെ? പിന്നെ മറ്റേ കുഞ്ഞ് വത്ത ഇതൊക്കെ കയറി വരും. മഴ സമയത്ത് കയറി വരും ഇല്ലേ? അപ്പൊ ഇത് പിന്നെ ഇത് തന്നെ കിട്ടും. എന്നോട്ട് വറക്കാനൊക്കെ നല്ലത്. ഞാൻ ഞാൻ പീരടാ പറഞ്ഞത്. പീര വെക്കുന്നേ ഇഷ്ടം. നല്ല കപ്പ വേവിച്ചതും ഇത് തീരെ വെച്ചതും ഇത് മറ്റേ ഇതില്ലേ തീരെ ചെറുത് സ്കെൽറ്റായിട്ടില്ലേ അതും ഇതുമൊക്കെ പീര വെക്കുന്നത്. അതിന്റെ കൂടെ കപ്പ നല്ല വേവിച്ചത്. അതിന്റെ കൂടെ അറിഞ്ഞില്ല നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. ലൈറ്റ് കളർ 3 നേരം കേക്ക് ഉണ്ണിയപ്പം. എല്ലാം പടക്കം വീശാട്ടോ വീശിക്കുന്നത്. ഒന്നും പറയാനില്ല. അവന്റെ സൗണ്ട് മുൻപിനകത്ത് വലിച്ചു കയറ്റുമ്പോൾ ഇങ്ങനെ തിളങ്ങി തിളങ്ങി കാണാം. ഇത് മീനെ ഇഷ്ടം പോലെ. ആഹാ കണ്ടോ തിളങ്ങി നിൽക്കുന്നു കണ്ടോ. ഞാൻ വല്ലാത്ത എന്റെ കുണ്ടിപ്പുറക്ക് മാത്രമേ നിങ്ങൾക്ക് കാണത്തില്ല. തന്റെ കുണ്ടി കാണാൻ വേണ്ടി ഞാൻ എടുത്തു. അവിടെ ഒരു മറ്റേ കൂട്ടു ടിപ്പു എന്നാ എടുക്കാൻ കൊണ്ടുപോവാ നിങ്ങള്? കുറച്ച് മതി ചേച്ചപ്പം. വീഡിയോ എടുത്തില്ലേ? ആ ഇത് മതി. മതിയല്ലോ. അത് വരയ്ക്കാൻ തിരിച്ചു കൊണ്ടുപോയി. ഇല്ല 3 കിലോ ഉള്ളൂ. എത്ര കിലോ ഉണ്ട് ഇത്? 3 കിലോ. 3 കിലോ. ആ ഇത് അച്ഛൻ തന്നെ ഉണ്ടാക്കിയ? ഇത് ഞാൻ വിലക്ക് മേടിച്ചു. ഞാൻ ഉണ്ടാക്കി പറഞ്ഞ വീട്ടിൽ ഇരുന്ന് കാണിക്കാം. ആ അത് ഞാൻ കണ്ട അന്ന് വീശ. അല്ല അതല്ല ഇത്തറി ആണോ? പക്ഷെ അല്ല വീശെല്ലാം അടിപൊളി വീശ കേട്ടോ. ഒരു രക്ഷയില്ല. എന്തായാലും അടുത്തൊരു വീശോട് പോകാൻ. ആ വീശ കണ്ടോ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. എന്താ രസം നോക്കി. നോക്കട്ടെ ഈ വീശിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒന്നും കാണത്തില്ല. എന്നാലും നമ്മൾ ചുമ്മാ ഒന്ന് വീശി നോക്കിയാ. ആ ഉണ്ട് അതിലും ഉണ്ട്. പക്ഷേ ഈ പ്രശ്നം കുറവാണ്. ചെറിയ 2-3 എണ്ണേ ഉള്ളൂ. അല്ല ഈ വീശി നമുക്ക് ഇത്ര കിട്ടുള്ളൂ കേട്ടോ. എന്തുണ്ട് ടിപ്പു, സുഖമല്ലേ? ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വയമ്പനെ പിടിക്കുന്ന വീഡിയോ. വീശിയാണ് പിടിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാകണം. ആ ബെല്ലൈക്കനും കൂടി അടിച്ചു പിടിച്ചേക്കണം.